4-5 ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ആനന്റെ മുമ്പിലെത്തി. അങ്ങനെ ഇവരത് എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ തൊട്ട് നോക്കി. അതിലൊരുത്തൻ ആനന്റെ കാല് പിടിച്ചിട്ട് ആന പില്ലർ പോലെയാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ ആനന്റെ വാല് പിടിച്ച് ആന കയറ് പോലെയാണെന്ന് പറഞ്ഞു. വേറൊരു തുമ്പിക്കൈ പിടിച്ച് ആന പാമ്പിനെ പോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ളവർ പലതും തൊട്ട് പലതും പറഞ്ഞു. ഈ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതേ അവസ്ഥയാണ് പല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനും. 4 ആളുണ്ടെങ്കിൽ 4 അഭിപ്രായങ്ങളായിരിക്കും. എന്നിട്ടോ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യാം. ഇനി എത്തിയാൽ തന്നെ പിന്നെയും പുതിയ ഒപ്പീനിയൻസ് പറഞ്ഞു വരും. ഇവിടെ ഒപ്പീനിയൻ ഉണ്ടാവുന്നതല്ല പ്രശ്നം, പക്ഷെ അത് ബാക്കിയുള്ളവർ ഉൾക്കൊള്ളാത്തതാണ് പ്രശ്നം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൂടെയുള്ളവരുടെ ഒപ്പീനിയൻ ഒന്ന് കേട്ട് നോക്ക്. എന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഒരു ചങ്ങായിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന നിങ്ങൾ 4-5 ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളർ മാറി ഓരോരുത്തരുടെ ഓരോ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഗിഫ്റ്റ് മേടിക്കുകയും ചെയ്യില്ല. ഇനി നിങ്ങളൊരു ഗിഫ്റ്റ് മേടിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒപ്പീനിയൻ മാറി. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഇതേപോലെ തന്നെയാണ് ചങ്ങായിമാർ. ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല ഒപ്പീനിയനാണ്. അറ്റ് ലാസ്റ്റ് ഇതൊന്നും നടക്കില്ല. സോ നിങ്ങളുടെ മുൻധാരണ മാറ്റി എല്ലാം ഉൾക്കൊള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. ഫോളോ ചെയ്ത് വെച്ചോ. ഇതേപോലത്തെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്.